ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LCMും HCFും എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ടോപ്പിക്കാണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് 8, 18 ആൻഡ് 26. നമുക്കിവിടെ 3 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഈ 3 നമ്പറിൻ്റെയും LCMും HCFും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഈ നമ്പറിനെല്ലാം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 8ന് എങ്ങനെ എഴുതാം? 8ന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതായത് 8നെ നമുക്ക് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4നെ പിന്നെയും 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 2 കിട്ടും. 2നെ നമുക്ക് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് വരിക? 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, ഇനി നമുക്ക് 18ന് ഇതേപോലെ എഴുതിക്കൂടെ? 18നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 18നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് വരിക? നമുക്ക് നോക്കാം. 18നെ നമുക്ക് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പോൾ 9 കിട്ടും. 9നെ നമുക്ക് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 3 കിട്ടും. 3നെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിട്ടും. അപ്പോൾ 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി അടുത്തത് 26 അല്ലേ? 26നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 26നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് കിട്ടുക? 13 അല്ലേ? 13ന് നമുക്ക് പിന്നെ എന്തിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? വേറൊരു പ്രൈം നമ്പർ 13 തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ 13നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിട്ടി. അപ്പോൾ 26ന് നമുക്ക് എങ്ങനെ എഴുതാം? 26നെ 2 ഇൻറ്റു 13 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് LCMും HCFും സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് LCM കണ്ടുപിടിച്ച് നോക്കാം. LCM എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അത് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലോ 3 നമ്പറും. അതിൽ ചെറിയ പ്രൈം നമ്പർ ഏതാ നോക്കണം. ചെറിയ പ്രൈം നമ്പർ ഏതാണ് വരുന്നത്? 2 അല്ലേ വരുന്നത്. പക്ഷേ അത് എത്ര വട്ടം മൾട്ടിപ്ലൈ ആകുന്നുണ്ടെന്നും കൂടി നോക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 3 വട്ടം 2 മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേൽ 1 വട്ടമാണ് വരുന്നുള്ളൂ. മൂന്നാമത്തേൽ 1 വട്ടമാണ് വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വരുന്നത് ഏതാണ്? ഫസ്റ്റത്തെയാണ്. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2. അടുത്ത തൊട്ടടുത്തുള്ള പ്രൈം നമ്പർ ഏതാണ് വരുന്നത്? 3 ആണ് വരുന്നത്. 3 എത്ര വട്ടമാണുള്ളത്? രണ്ടാമത്തേൽ 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതും എടുത്ത് എഴുതാം. 3 ഇൻറ്റു 3. പിന്നെ അടുത്തത് 26ലാണെങ്കിലോ 13 കൂടെ വരുന്നുണ്ട്. അപ്പോൾ 13 നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? LCM കിട്ടും. അപ്പോൾ ഇത് എത്രയാണ് വരിക? 2 3 വട്ടം വരുമ്പോൾ 2ൻ്റെ ക്യൂബായിരിക്കും. പിന്നെ അതേപോലെ തന്നെ 3 2 വട്ടം വരുമ്പം 3ൻ്റെ സ്ക്വയർ ആയിരിക്കും. പിന്നെ 13 ഉണ്ട്. അപ്പോൾ 2ൻ്റെ ക്യൂബ് എത്രയാണ് വരിക? 8. 3ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 9. പിന്നെ 13. ഇത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? ഇതിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 8 ഇൻറ്റു 9 ഇൻറ്റു 13. 8 ഇൻറ്റു 9 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക? 936 അല്ലേ വരിക? 936 ഇവിടെ LCM നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തത് നമുക്ക് HCF കണ്ടുപിടിക്കാം. HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളിവിടെ ഈ നമ്പറിനെല്ലാം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോക്കി നോക്ക്, ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ട് കാണുന്നത് എത്രയാണ്? 2 മാത്രമല്ലേ വരുന്നുള്ളൂ. നോക്കി നോക്ക്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ HCF എത്രയാണ് ഇതിൻ്റെ വരിക? ഇതിൻ്റെ HCF 2 വരിക. അപ്പോൾ എല്ലാവർക്കും HCFും LCMും
3 നമ്പറോ അല്ലെങ്കിൽ 4 നമ്പറോ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? 3 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 4:5:7 ആൻഡ് ദെയർ LCM ഈസ് 5600. ദെയർ HCF ഈസ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ 3 നമ്പറിൻ്റെയും HCF ആണ്. അപ്പോൾ HCF എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് HCFും LCMും കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പൊക്കെ അറിയാം. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പക്ഷെ നമുക്കിവിടെ നമ്പർ തന്നിട്ടില്ല, നമ്പറിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്കത് നമ്പറിലേക്ക് മാറ്റിയാലോ? എങ്ങനെ മാറ്റാം? എത്രയോ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 4:5:7 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സ് എടുക്കാം എല്ലാത്തിലും. 4x, 5x, 7x. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 4x എന്ന് പറഞ്ഞൊരു നമ്പറാണ്, 5x എന്ന് പറയുന്ന ഒരു നമ്പറാണ്, 7x എന്ന് പറയുന്ന ഒരു നമ്പറാണ്. എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് 4xനെ എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പം 2 × 2 എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? പിന്നെ ഒരു എക്സും ഉണ്ട്, 2 × 2 × x. പിന്നെ 5xനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × x എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ 7xനെ എങ്ങനെ എഴുതാം? 7 × x എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം നമുക്ക് LCM കണ്ടുപിടിക്കാൻ അറിയാം, പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ. എങ്ങനെയാണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പറിൽ പവർ കൂടുതൽ ഏതിനാ നോക്കുക. ഇപ്പോൾ ഇവിടെ ചെറുത് 2ആണ്. 2ന് എത്ര വരുന്നുണ്ട്? 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 2ൻ്റെ പവർ എത്രയാണ്? 2 തന്നെ വരും. പിന്നെ അടുത്തത് ഏതാണ്? 5ആണല്ലോ വരുന്നത്. 5നെ നമുക്ക് 5 എന്ന് പറഞ്ഞ് എഴുതാം, വേറെ ഒന്നും വരുന്നില്ലല്ലോ. പിന്നെ അടുത്തത് 7ആണ്. 7ന് 7 എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ എക്സ് കോമൺ ആണ് എല്ലാത്തിലും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് LCM കിട്ടുമല്ലോ. LCM എത്രയാണ് വരിക? 2/2 എന്ന് പറയുമ്പോൾ 4. 4 × 5 × 7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 4 × 5 20. അപ്പോൾ 140x ആണല്ലോ ഇതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ നമുക്ക് LCM എത്രയായിട്ട് കിട്ടും? 140x എന്ന് പറഞ്ഞ് കിട്ടും. പക്ഷെ നമുക്ക് LCM ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 5600. അപ്പം നമുക്കത് അവിടെ കൊടുക്കാം. 5600. 5600 = 140x. അപ്പോൾ 0 രണ്ടിടത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 സീറോയും ക്യാൻസൽ ചെയ്യാം. പിന്നെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 560 / 14. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? ഇത് ചെയ്യുമ്പോൾ 40 അല്ലേ വരിക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 40 കിട്ടി. അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ എത്രയാണ് വരിക? 4x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 40. അപ്പോൾ 160 അല്ലേ വരിക ഫസ്റ്റത്തെ നമ്പർ. അപ്പോൾ നമ്പർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? HCF ആണ്. നമുക്കറിയാം പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ HCF കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2 കോമൺ അല്ല, 5 കോമൺ അല്ല, 7 കോമൺ അല്ല. പക്ഷേ എക്സ് കോമൺ ആണല്ലോ. എക്സിൻ്റെ വാല്യൂ എത്ര ആയിക്കോട്ടെ, 40 വരുന്നത്. അതിനകത്ത് കുറേ പ്രൈം നമ്പർ ഉണ്ടാവും. അപ്പോൾ എക്സ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ തന്നെയായിരിക്കും എന്ത്? HCFും വരിക. അപ്പോൾ HCF എത്രയാണ് ഇവിടെ വരേണ്ടത്? HCF 40 തന്നെയാണ് വരേണ്ടത്. കാരണം എന്താണ്? കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് എന്ത് വരുന്നത്? HCF വരുന്നത്. ഇവിടെ നമുക്ക് എക്സ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് തന്നെയായിരിക്കും എന്ത്? HCFും. അപ്പോൾ ഇവിടെ HCF വരുന്ന എത്രയാണ്? 40 രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം
HCFും LCMൻ്റെയും കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിനൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് HCFും LCMും എന്താണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.